കൊമേഴ്സ് ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ ഡിപ്രീസിയേഷൻ എന്ന ടേമിൻ്റെ മീനിങ്ങും അതുപോലെ തന്നെ കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ, ഈ ഡിപ്രീസിയേഷൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന A to Z ജാലകം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. First of all, the term depreciation is derived from the Latin word deprecium, that is D and precium. അതായത് deprecium എന്നീ രണ്ട് പദങ്ങൾ ചേർന്ന deprecium എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഡിപ്രീസിയേഷൻ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. ഇനി ആ ഡി ആൻഡ് പ്രീഷ്യം എന്ന പദത്തിൽ ഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡി മീൻസ് ഡിക്ലൈൻ, കുറവ് വരിക, റിഡക്ഷൻ എന്നുള്ളതാണ്. ആൻഡ് പ്രീഷ്യം മീൻസ് പ്രൈസ്. ഓക്കെ, ദെൻ അതുകൊണ്ട് തന്നെ therefore so that the literal meaning of depreciation is decrease in the value of an asset. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡി എന്ന് പറഞ്ഞാൽ ഡിക്രീസ് എന്നുള്ളതാണ്, പ്രീഷ്യം എന്ന് പറഞ്ഞാൽ പ്രൈസ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഡിപ്രീഷ്യം എന്ന പദത്തിൽ നിന്നുണ്ടായ ഡിപ്രീസിയേഷൻ എന്ന പദത്തിൻ്റെ മീനിങ് എന്നോട് ഉദ്ദേശിക്കുന്നത് മീനിങ് ആണ് എന്താണ്? ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ്. ഒരു അസറ്റിൻ്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവ്, അതാണ് ഡിപ്രീസിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ depreciation is the decrease in the value of an asset due to constant use, expiry of time and obsolescence. അതായത് സ്ഥിരമായിട്ടുള്ള ഉപയോഗം, കോൺസ്റ്റൻറ്റ് യൂസ്, സ്ഥിരമായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എക്സ്പയറി ഓഫ് ടൈം, അതായത് അതിൻ്റെ കാലപരിധി അവസാനിക്കുക, ആൻഡ് ഒബ്സോൾസൺ അല്ലെങ്കിൽ കാലഹരണപ്പെടുക, ഒബ്സോൾസൺ സംഭവിക്കുക തുടങ്ങിയ കാരണങ്ങളാൽ ഒരു അസറ്റിൻ്റെ മൂല്യത്തിലുണ്ടാകുന്ന കുറവ്, ഡിക്രീസ്, അതിന് പറയുന്ന പേരാണെന്ത്? ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ഈസ് ദ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ഡ്യൂ ടു എന്ന് പറഞ്ഞാൽ ഇക്കാരണത്താൽ എന്തൊക്കെ? കോൺസ്റ്റൻറ്റ് യൂസ്, സ്ഥിരമായിട്ടുള്ള ഉപയോഗം, എക്സ്പയറി ഓഫ് ടൈം, അതിൻ്റെ സമയപരിധി കഴിയുക, അതുപോലെ തന്നെ എക്സ്പയർഡ് ആവുക, അതുപോലെ തന്നെ ഒബ്സോൾസൻസ്, കാലഹരണപ്പെടുക. ഇനി ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ടേം, this is the loss in the value of utility of fixed assets. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നതാണ് ലോസ് ഇൻ ദ വാല്യൂ ഓഫ് യൂട്ടിലിറ്റി ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റുകളുടെ യൂട്ടിലിറ്റിയിൽ, അതിൽ നിന്നുള്ള നമുക്ക് പ്രതീക്ഷിക്കുന്ന, നമ്മൾക്ക് ലഭ്യമാവേണ്ട യൂട്ടിലിറ്റിയിൽ, പ്രയോജനത്തിൽ, അതിൻ്റെ വാല്യൂവിൽ എന്താണ്? കുറവ് വരിക, നഷ്ടം വരിക, അതാണ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ഈസ് ദ ലോസ് ഇൻ ദ വാല്യൂ ഓഫ് യൂട്ടിലിറ്റി ഓഫ് ഫിക്സഡ് അസറ്റ്സ്. അതുപോലെ തന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ ഈസ് എ പെർമനൻറ്റ് ആൻഡ് കണ്ടിന്യൂയിങ് ഡിമിന്യൂഷൻ ഇൻ ദ ക്വാണ്ടിറ്റി ഓർ വാല്യൂ ഓഫ് ആൻ അസറ്റ്. ഡിപ്രീസിയേഷൻ ഈസ് ദ പെർമനൻറ്റ് ആൻഡ് കണ്ടിന്യൂയിങ് ഡിമിന്യൂഷൻ ഇൻ ദ ക്വാളിറ്റി ആൻഡ് വാല്യൂ ഓഫ് ആൻ അസറ്റ്. ഒരു അസറ്റിൻ്റെ വാല്യൂവിൽ അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ, യൂട്ടിലിറ്റിയിൽ, മൊത്തത്തിൽ പറഞ്ഞാൽ യൂട്ടിലിറ്റിയിൽ. അപ്പോൾ ഒരു അസറ്റിൻ്റെ വാല്യൂവിൽ അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ സ്ഥിരമായിട്ടും തുടർച്ചയായിട്ടുമുള്ള ഒരു കുറവ്, ഡിമിന്യൂഷൻ, ഡിക്രീസ്, അതിന് പറയുന്ന പേരാണെന്ത്? ഡിപ്രീസിയേഷൻ ഉള്ളത്. ഇറ്റ് ഈസ് എ പെർമനൻറ്റ്, സ്ഥിരമായിട്ടുള്ളതാണ്, ആൻഡ് കണ്ടിന്യൂയിങ്, തുടർച്ചയായിട്ടുള്ളതുമാണ്. എന്ത്? ഡിമിന്യൂഷൻ, കുറവാണ്, കുറവ് വരവിലാണ്, ഇൻ ദ ക്വാളിറ്റി ഓർ വാല്യൂ ഓഫ് ആൻ അസറ്റ്. ഇനി ഡിപ്രീസിയേഷൻ്റെ മറ്റൊരു മീനിങ്, ഡിപ്രീസിയേഷൻ ഈസ് ദ shrinkage ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് അറ്റ് എ ഗിവൺ ഡേറ്റ് ആസ് കമ്പയർഡ് വിത്ത് ഇറ്റ്സ് വാല്യൂ ഓൺ എ പ്രീവിയസ് ഡേറ്റ്. Depreciation is the shrinkage in the value of an asset at a given date as compared with its value on a previous date. ഒരു അസറ്റിൻ്റെ മുമ്പത്തെ ഡേറ്റിൽ, അതായത് ഒരു അസറ്റിന് മുമ്പുണ്ടായിരുന്ന വിലയുമായി, വാല്യൂവുമായി താരതമ്യം ചെയ്യുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ, ആ അസറ്റിന് ഇന്ന് എത്രമാത്രം അതിൻ്റെ വാല്യൂവിൽ ശോഷണം സംഭവിച്ചിട്ടുണ്ടോ, കുറവ് സംഭവിച്ചിട്ടുണ്ടോ, അതിന് പറയുന്ന പേരാണെന്ത്? ഡിപ്രീസിയേഷൻ. അതായത് ഒരു അസറ്റിന് മുമ്പത്തെ വിലയെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ അപേക്ഷിച്ച്, അതിൻ്റെ യൂട്ടിലിറ്റി അപേക്ഷിച്ച് ഒരു അസറ്റിന് ഇന്ന് എത്രമാത്രം അതിൻ്റെ വാല്യൂവിൽ കുറവ് വരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ യൂട്ടിലിറ്റിയിൽ കുറവ് വന്നിട്ടുണ്ടോ, അതിന് പറയുന്ന പേരാണെന്ത്? ഡിപ്രീസിയേഷൻ. ചുരുക്കത്തിൽ ഒരു അസറ്റിന്, നമ്മുടെ സ്ഥാപനത്തിലെ ഒരു അസറ്റിന് അതിൻ്റെ ഒരു പ്രീവിയസ് ഡേറ്റിൽ, ഒന്നുകിൽ അത് അക്വയർ ചെയ്യുന്ന സമയത്താവട്ടെ, അല്ലെങ്കിൽ ഒരു മുൻ ഡേറ്റിൽ അതിനുണ്ടായിരുന്ന വാല്യൂ, അല്ലെങ്കിൽ അതിൻ്റെ യൂട്ടിലിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ യൂസസ്, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി
പല കാരണങ്ങളാൽ സ്ഥിരമായിട്ടുള്ള ഉപയോഗമാകാം, ടെക്നോളജിയുള്ള മാറ്റം വന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാവാം. എന്നിങ്ങനെ പല കാരണങ്ങളാൽ അതിൻ്റെ ഉപയോഗത്തിലും ക്വാളിറ്റിയിലും യൂസസിലും വാല്യൂവിലും എന്തെങ്കിലും കുറവ് ഇന്നത്തെ ഈ കറൻറ്റ് ഡേറ്റ് പ്രസൻറ്റ് ഡേറ്റിനെ സംബന്ധിച്ച് താരതമ്യം ചെയ്യുമ്പോൾ വല്ല കുറവും വന്നിട്ടുണ്ടെങ്കിൽ, യൂട്ടിലിറ്റിയിലോ യൂസസിലോ ക്വാളിറ്റിയിലോ എന്തെങ്കിലും വാല്യൂവിലോ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത്? ആ ലോസ്, ആ ഡിക്രീസ്, ആ വാല്യൂവിൽ കുറവ് വരുന്നതിന് പറയുന്ന പേരാണെന്ത്? ഡിപ്രീസിയേഷൻ. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ. അതായത് ഒരു ഫിക്സഡ് അസറ്റിന് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം. അത് ഫസ്റ്റ് വൺ, വിയർ ആൻഡ് ടിയർ, അതായത് തേയ്മാനം. ദ ഡിക്രീസ് ഇൻ ദ വാല്യൂ, efficiency and utility of fixed assets by constant use is termed as depreciation due to wear and tear. അതായത് ഒരു ഫിക്സഡ് അസറ്റ് കോൺസ്റ്റൻറ്റ് യൂസ്, സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട്, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ബിൽഡിംഗ് ആവട്ടെ, മെഷീനറി ആവട്ടെ, വെഹിക്കിൾസ് ആവട്ടെ, അത്തരത്തിലുള്ള ഫിക്സഡ് അസറ്റുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ ഫിക്സഡ് അസറ്റിൻ്റെ യൂട്ടിലിറ്റിയിലോ എഫിഷ്യൻസിയിലോ വാല്യൂവിലോ എന്തെങ്കിലും കുറവ് വരികയാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണെന്ത്? വിയർ ആൻഡ് ടിയർ, തേയ്മാനം മൂലമുള്ള ഡിപ്രീസിയേഷൻ. അപ്പോൾ സ്ഥിരമായിട്ട് കോൺസ്റ്റൻറ്റ് യൂസിൻ്റെ ഫലമായിട്ട് ഒരു ഫിക്സഡ് അസറ്റിൻ്റെ യൂട്ടിലിറ്റി, എഫിഷ്യൻസി, വാല്യൂ എന്നിവയിൽ ഡിക്രീസ് സംഭവിക്കുകയാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണെന്ത്? വിയർ ആൻഡ് ടിയർ, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ, തേയ്മാന ഫലമായിട്ടുള്ള, അല്ലാതെ സ്ഥാനം തേഞ്ഞു പോലെയല്ല, സ്ഥിരമായിട്ട് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ഫിക്സഡ് അസറ്റിന് സംഭവിക്കുന്ന അതിൻ്റെ വാല്യൂവിൽ അല്ലെങ്കിൽ എഫിഷ്യൻസിയിൽ, അതിൻ്റെ ഉപയോഗത്തിൽ, യൂട്ടിലിറ്റിയിൽ സംഭവിക്കുന്ന ഡിക്രീസ്, കുറവ്, അതിന് പറയുന്ന പേരാണെന്ത്? വിയർ ആൻഡ് ടിയർ, ഡിപ്രീസിയേഷൻ ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ. ഓക്കെ, ദെൻ ഡിപ്രീസിയേഷൻ്റെ സെക്കൻഡ് കോസ്, രണ്ടാമത്തെ കാരണം, എക്സ്പയറി ഓഫ് ടൈം ഓർ പാസേജ് ഓഫ് ടൈം, അല്ലെങ്കിൽ ഇതിനെ എഫ്ലക്സ് ഓഫ് ടൈം എന്ന് പറയാറുണ്ട്. എഫ്ലക്സ് ഓഫ് ടൈം എന്നും കൂടെ പറയാറുണ്ട്. ഓക്കെ, the value of assets that are acquired for a particular period like leasehold property, patents, copyright, etc. will cease to exist on expiry of the period. അതായത് ഒരു പ്രത്യേക കാലാവധിയിലേക്ക് ഒരു നിശ്ചിത, അതിൻ്റെ ഒരു ഫിക്സഡ് അസറ്റിൻ്റെ ഉപയോഗം, അതായത് അതിൻ്റെ പോസിറ്റീവായ, അതായത് യൂസ്ഫുള്ളായ രീതിയിലുള്ള അതിൻ്റെ ഉപയോഗത്തിനൊരു നിശ്ചിത ഒരു കാലപരിധി ഉണ്ടെങ്കിൽ ആ കാലപരിധി കഴിയുമ്പോൾ എന്താണ്? അതിൻ്റെ ആ പീരീഡ് അവസാനിക്കുന്നതോട് കൂടി എന്താണ്? അതിൻ്റെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ യൂസേജ് അവസാനിക്കുന്നു. അതാണെന്ത്? എക്സ്പയറി ഓഫ് ടൈം, ഡിപ്രീസിയേഷൻ ഡ്യൂ ടു എക്സ്പയറി ഓഫ് ടൈം. ഒന്നുകൂടെ നോക്കാം. ദ വാല്യൂ ഓഫ് അസറ്റുകൾ, ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂസ് ദാറ്റ് ആർ അക്വേർഡ്, ആ അസറ്റുകൾ നമ്മൾ എന്താണ് അക്വയർ ചെയ്തു, പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്താണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഫോർ എ പർട്ടിക്കുലർ പീരീഡ്, ഒരു നിശ്ചിത കാലത്തേക്ക്. ലൈക്ക് അതിൻ്റെ ഉദാഹരണങ്ങളാണിത്. ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി, നമ്മൾ വാടകയ്ക്ക് എടുക്കുന്ന അസറ്റുകൾ, പേറ്റൻസ്, അതുപോലെ കോപ്പിറൈറ്റ്സ് മുതലായവ. വിൽ സീസ് ടു എക്സിസ്റ്റ്, അതിൻ്റെ അവസാനിക്കും ഓൺ എക്സ്പയറി ഓഫ് ദിസ് പീരീഡ്, ആ പീരീഡ് ഏതൊരു കാലപരിധിയിലേക്കാണോ നമ്മളത് അക്വയർ ചെയ്തിട്ടുള്ളത് ആ പീരീഡ് അവസാനിക്കുന്നതോടുകൂടി എന്താണ്? അതിൻ്റെ വാല്യൂ അതോടുകൂടി അവിടെ അവസാനിക്കുന്നു. സീസ് ടു എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ, സീസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്, സീസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്, അത് അവിടെ അവസാനിക്കുന്നു. സീസ് ടു എക്സിസ്റ്റ്, അതിൻ്റെ നിലനിൽപ്പ് അവിടെ അവസാനിക്കുന്നു ഓൺ എക്സ്പയറി ഓഫ് ദി പീരീഡ്. അതായത് നമുക്കറിയാം, ഏതൊരു വസ്തു, നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങാനും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കും. കാരണം എന്താണ്? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞു, അതിൻ്റെ യൂട്ടിലിറ്റി അവസാനിച്ചു, പിന്നീട് അതുകൊണ്ട് എന്താണ് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഏത് പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിലും നമ്മൾ എക്സ്പയറി ഡേറ്റ് നോക്കും. അതുപോലെ തന്നെയാണ് അസറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്നുള്ളത് എന്താണ്? അതിൻ്റെ ഡിപ്രീസിയേഷൻ, അതിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അതാണ് എക്സ്പയറി ഓഫ് ടൈം അല്ലെങ്കിൽ പാസേജ് ഓഫ് ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഡിപ്രീസിയേഷൻ, മൂന്നാമത്തെ കാരണം ഒബ്സോൾസൻസ്, കാലഹരണപ്പെടുക. ഈ പദം പ്രത്യേകം ടിക്ക് ചെയ്ത് വെക്കുക, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് മാത്രം ചോദിക്കാറുണ്ട്. ഒബ്സോൾസൻസ്, അതായത് കാലഹരണപ്പെടുക എന്നുള്ളത് ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദമാണ് ഒബ്സോൾസൻസ്. ഒബ്സോൾസൻസ് ഈസ് ദ ലോസ് ഇൻ ദ വാല്യൂ ഓഫ് അൻ അസറ്റ്. ഒബ്സോൾസൻ എന്താണ്? ഡിപ്രീസിയേഷൻ പോലെ തന്നെ ഒരു അസറ്റിൻ്റെ വാല്യൂവിൽ കുറവ് വരലാണ്. ലോസ് ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് വിച്ച് അറൈസസ്, ആ ലോസ്, അതായത് ഒരു അസറ്റിൻ്റെ വാല്യൂവിൽ ലോസ് സംഭവിക്കുക എന്നുള്ളത് ഉണ്ടായിത്തീരുന്നു. വിച്ച് അറൈസസ്, അത് ഉണ്ടായിത്തീരുന്നു ഔട്ട് ഓഫ് ന്യൂ ഇൻവെൻഷൻസ്, പുതിയ കണ്ടുപിടുത്തങ്ങൾ കാരണം. വിച്ച് ക്യാൻ നൗ പ്രൊഡ്യൂസ് ബെറ്റർ ആൻഡ് ചീപ്പർ ഗുഡ്സ്, ആ പുതിയ കണ്ടുപിടുത്തങ്ങൾ കാണുന്നതാണ് ഇപ്പോൾ എന്താണ് അതിനേക്കാൾ നല്ല അസറ്റുകൾ, നല്ല യൂട്ടിലിറ്റിയുള്ള അസറ്റുകൾ എന്താണ് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ലഭ്യമാകുന്നു. അതുകൊണ്ടാണ് പഴയതിന് വാല്യൂ ഇല്ലാതായി തീരുന്നു എന്നർത്ഥം. അതായത് അസറ്റ്സ് ബിക്കം ഔട്ട് ഓഫ് ഡേറ്റ്, അസറ്റുകൾ നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അസറ്റുകൾ എന്താണ്? അസറ്റുകൾ ഔട്ട് ഓഫ് ഡേറ്റ് ആയി മാറുക,
കാലഹരണപ്പെട്ടതായി മാറുക. ഓർ ഔട്ട് ഓഫ് ഫാഷനായി മാറുക. എന്ത് കാരണത്താൽ? ഡ്യൂ ടു ഇക്കാരണത്താൽ ന്യൂ ഇൻവെൻഷൻ ഓർ ചേഞ്ച് ഇൻ ഡിമാൻഡ്, പുതിയ അതിനേക്കാൾ നല്ല ചിലവ് കുറഞ്ഞതും എന്നാൽ അതിനേക്കാൾ കൂടുതൽ യൂട്ടിലിറ്റിയുള്ള ഉപയോഗങ്ങളുള്ള അതിനേക്കാൾ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡായ അസറ്റുകൾ എന്താണ് കണ്ടുപിടിക്കപ്പെടുക. ന്യൂ ഇൻവെൻഷൻസ് ഓർ ചേഞ്ച് ഇൻ ഡിമാൻഡ്, അല്ലെങ്കിൽ ഡിമാൻഡിൽ വരുന്ന മാറ്റങ്ങൾ. ഇക്കാരണത്താൽ നിലവിലുള്ള അസറ്റുകൾ എന്താണ് ഔട്ട് ഓഫ് ഡേറ്റോ ഔട്ട് ഓഫ് ഫാഷനോ ആയി മാറുകയാണെങ്കിൽ, ഇത് പല കാരണങ്ങളാവാം. ഫാഷൻ മാറുക, ടെക്നോളജിയുള്ള മാറ്റം വരിക, പുതിയ കണ്ടുപിടുത്തങ്ങൾ വരിക. ഇക്കാരണത്താൽ നിലവിലുള്ള അസറ്റ് എന്താണ് ഔട്ട് ഓഫ് ഡേറ്റ് ആവുക അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫാഷനായി മാറുക. ഇതിന് പറയുന്നത് അങ്ങനെ അതിൻ്റെ വാല്യൂവിൽ അല്ലെങ്കിൽ യൂട്ടിലിറ്റിയിൽ അല്ലെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയിൽ ഡിക്രീസ് സംഭവിക്കുക, ലോസ് സംഭവിക്കുക, കുറവ് വരിക. അതിന് പറയുന്ന പേരാണെന്ത്? ഒബ്സോൾസൻസ്. ദെൻ ഫോർത്ത് വൺ, ഡിപ്ലീഷൻ ഓർ എക്സോഷൻ. ഇതും ടിക്ക് ചെയ്തുക. ഇതും പ്രധാനപ്പെട്ട ഒരു പദമാണ്, ഡിപ്ലീഷൻ ഓർ എക്സോഷൻ. The reduction in value of natural assets such as mines, quarries, etc. due to extraction is called depletion. അതായത് നാച്ചുറൽ റിസോഴ്സുകളായ നാച്ചുറൽ അസറ്റുകളായ മൈൻസ്, ക്വാറീസ്, ഓയിൽ ഫീൽഡ്സ്, അപ്പോൾ എണ്ണപ്പാടങ്ങൾ, ക്വാറികൾ, ഖനികൾ എന്നിവയിലെല്ലാം അതിൻ്റെ ഖനനം കൂടുന്തോറും അതിൻ്റെ ഖനനത്തിനനുസരിച്ച് എക്സ്ട്രാക്ഷൻ, അതിൻ്റെ ഖനനമനുസരിച്ച് അതിൻ്റെ വാല്യൂവിൽ കുറവ് വരുന്നതിന് പറയുന്ന പേരാണിത്. അപ്പം നാച്ചുറൽ റിസോഴ്സുമായി ബന്ധപ്പെട്ട വാല്യൂവിൽ ഡിക്രീസ് സംഭവിക്കുന്നതിന് പറയുന്ന പേരാണിത് ഡിപ്ലീഷൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, നാച്ചുറൽ റിസോഴ്സുമായി ബന്ധപ്പെട്ടതാണ്, നാച്ചുറൽ അസറ്റുമായി ബന്ധപ്പെട്ട ഡിപ്രീസിയേഷന് പകരമായി ഉപയോഗിക്കുന്ന പദമാണിത് ഡിപ്ലീഷൻ അല്ലെങ്കിൽ എക്സോഷൻ. അതായത് നാച്ചുറൽ റിസോഴ്സുകൾ, നാച്ചുറൽ അസറ്റുകൾ അതിൻ്റെ ഖനനത്തിനനുസരിച്ച്, അതിൻ്റെ ഉപയോഗത്തിനനുസരിച്ച്, എക്സ്ട്രാക്ഷനനുസരിച്ച് അതിൻ്റെ വാല്യൂവിൽ കുറവ് വരുന്നു, കുറവ് സംഭവിക്കുന്നു. അതിന് പറയുന്ന പേര്, അങ്ങനെ ഖനനത്തിനനുസരിച്ച് നാച്ചുറൽ റിസോഴ്സിൻ്റെ വാല്യൂവിൽ ഡിക്രീസ് സംഭവിക്കുന്നതിന് പറയുന്ന പേരാണെന്ത്? ഡിപ്രീസിയേഷൻ ഡ്യൂ ടു എക്സോഷൻ അല്ലെങ്കിൽ ഡിപ്ലീഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, അതായത് കോസസ് ഓഫ് ഡിപ്രീസിയേഷൻസ്, അസറ്റുകൾക്ക് സംഭവിക്കുന്ന ഡിപ്രീസിയേഷൻ്റെ വാല്യൂവിൽ ഡിക്രീസ് സംഭവിക്കുന്നതിൻ്റെ കാരണങ്ങളിൽ അഞ്ചാമത്തെ കാരണം നോൺ യൂസ്, ഉപയോഗിക്കാതിരിക്കുക. നോൺ യൂസ്. മെഷീൻസ് വിച്ച് ലൈ ഐഡിൽ ബിക്കം ലെസ് യൂസ്ഫുൾ വിത്ത് ദി പാസേജ് ഓഫ് ടൈം. അതായത് മെഷീനുകളാവട്ടെ അല്ലെങ്കിൽ മറ്റ് അസറ്റുകളാകട്ടെ നമ്മൾ കുറേ നാൾ ഉപയോഗിക്കാതിരുന്നാൽ അതെന്താണ്? പ്രവർത്തനരഹിതമാവും, ഉപയോഗശൂന്യമാവും എന്നർത്ഥം. അതായത് മെഷീൻസ് വിച്ച് ലൈ ഐഡിൽ, അത് ഉപയോഗിക്കാതിരിക്കുക. നോൺ യൂസ്. ബിക്കം, അതായിത്തീരും, ആ മെഷീനുകളായിത്തീരും അല്ലെങ്കിൽ ആ അസറ്റുകളായിത്തീരും. ലെസ് യൂസ്ഫുൾ, ഉപയോഗമില്ലാത്തതായിത്തീരും. വിത്ത് ദി പാസേജ് ഓഫ് ടൈം, സമയം കഴിയും തോറും. ദെൻ സിക്സ്ത് വൺ, ആക്സിഡൻറ്റ്, അപകടങ്ങൾ സംഭവിക്കാം. ഡിപ്രീസിയേഷൻ മേ ആൾസോ ബി ഡ്യൂ ടു ആക്സിഡൻ്റൽ ഡാമേജ്. ഒരു അസറ്റിന് വല്ല ആക്സിഡൻ്റൽ ഡാമേജുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ, ആകസ്മികമായി പെട്ടെന്നുണ്ടാകുന്ന വല്ല അപകടകരമായ ഡാമേജുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആക്സിഡൻറ്റ് തന്നെയാവാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതിന് വാല്യൂ ഇല്ലാതാവും, അതിൻ്റെ വാല്യൂവിൽ കുറവ് സംഭവിക്കും. ദെൻ സെവൻത് വൺ, ഫാൾ ഇൻ പ്രൈസസ്, വില കുറയുക. ഈ മുകളിൽ പറഞ്ഞ 6 കാരണങ്ങളാലും ഒരു അസറ്റിന് എന്താണ്? വില കുറഞ്ഞേക്കാം. അപ്പം നമ്മളൊരു മൊബൈലാവട്ടെ, അല്ലെങ്കിൽ ഒരു വെഹിക്കിളാവട്ടെ, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആവട്ടെ, നമ്മളെന്താണ് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ, പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നീട് ഈ മുകളിൽ പറഞ്ഞ 6 കാരണങ്ങളിൽ എന്താണ്? എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എത്ര രൂപയ്ക്കാണോ അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് നമ്മൾ അക്വയർ ചെയ്തത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തത്, ആ വില പിന്നീട് കിട്ടില്ല. അപ്പോൾ വില കുറയും. ഫാൾ ഇൻ പ്രൈസസ്, വിലയിലുണ്ടാവുന്ന കുറവുകൾ. അപ്പോൾ ഇത്തരം 7 കാരണങ്ങളാണെന്ത്? ഡിപ്രീസിയേഷൻ്റെ കാരണങ്ങൾ, കോസസ് ഓഫ് ഡിപ്രീസിയേഷൻസ്. ഇനി നമുക്ക് ഡിപ്രീസിയേഷൻ എന്ന പദവുമായി ബന്ധപ്പെട്ട മറ്റ് വാക്കുകൾ, ഇതുമായി ബന്ധപ്പെട്ട് കൺഫ്യൂഷൻ വരാവുന്ന രീതിയിലുള്ള വ്യത്യസ്തങ്ങളായ വാക്കുകൾ, ഡിപ്ലീഷൻ, എക്സോഷൻ, അമോർട്ടൈസേഷൻ തുടങ്ങിയ വാക്കുകൾ എന്താണെന്ന് അത് നമുക്ക് അടുത്ത ലക്കത്തിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.